പോയി ഇത് ചെയ്യ് അത് ചെയ്യുന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്തോ ഞാൻ അന്നേരം എടുത്ത തീരുമാനമാണ്, എനിക്ക് ഞാൻ പഠിച്ച ഫീൽഡിൽ ജോലി മതി. ഞാൻ PR കുറിച്ച് ചിന്തിച്ചിട്ടില്ല. സത്യമായിട്ട് ഞാൻ PR കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. PR വരുമ്പോൾ വരെ ഞാനിപ്പോൾ വന്നത് പഠിക്കാനാണ്. പഠിച്ച് ആ ഒരു എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്ത് ഇപ്പോൾ ഇവിടുന്ന് എക്സ്പീരിയൻസ് ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് വേറെ എവിടെയായാലും പോയി ജോലി ചെയ്യാം. വേറെ ലോകത്ത് എവിടെ പോയാലും ജോലി ചെയ്യാനുള്ളൊരു മനസ്സുണ്ട്. ഐ കംപ്ലീറ്റ്ലി അഗ്രി ടു ദാറ്റ് പെർട്ടിക്കുലർ മൈൻഡ് സെറ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻസ് നമുക്കത് ഇവിടെ ചുറ്റും കാണാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓരോ ആൾക്കാരെ കാണുമ്പം ലൈക്ക് അവരുടെ ലൈക്ക് എല്ലാവരും വരുന്നത് ഇവിടെ PR-നാണ്. പക്ഷെ എന്താ പറയുക, അവര് ലൈക്ക് പഠിച്ച ഫീൽഡിൽ വർക്ക് എക്സ്പീരിയൻസ് എടുക്കുക എന്ന് പറയുന്നത് മീൻസ് അല്ല, അതിനു വേണ്ടി ട്രൈ അത് ഒരു ഫാക്ടറാണ്. മീൻസ് അത് അവര് എങ്ങനെയാ അതിനെ അപ്രോച്ച് ചെയ്യുന്ന പോലെ ഇരിക്കും. മീൻസ് ഇത് നോട്ട് പുട്ടിങ് ബ്ലെയിം ഓൺ എനിവൺ. പക്ഷെ എന്താ പറയാ, ലൈക്ക് ആ ഒരു ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് പിന്നെ എന്താ പറയാ കുറെ ആൾക്കാർക്ക് ലാക്ക് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്താ പറയാ, പിന്നെ ജോലി സെർച്ചിങ് ആണ്. ഞാൻ 2021 ഏപ്രിൽ എൻഡിൽ ഗ്രാജുവേറ്റ് ആയി. ഞാൻ പിന്നെ ജോലി നോക്കുവാണ്. ജോലി നോക്കിയാൽ എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നു, റിജക്ഷൻ വരുന്നു. കാലിഫോർണിയ തന്നെ ജോലിക്ക് വിളിച്ചിട്ടുണ്ട്. ബേക്കർ ഹ്യൂഗ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി. ബേക്കർ ഹ്യൂഗ്സ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് അവരുടെ കോയിൽ സൂപ്പർവൈസറായിട്ട് എന്നെ വിളിച്ചത്. സൂപ്പർവൈസറായിട്ട് എന്നെ വിളിച്ചു, തമാശയല്ല. അവിടുത്തെ HR എന്നെ വിളിച്ചു, എന്റെ റെസ്യൂമെ കണ്ടിട്ട് വിളിച്ചു. അപ്പോൾ എന്നൊക്കെ പറഞ്ഞു വിളിക്കാത്ത ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഐ ഗോട്ട് എ കോൾ. അപ്പോൾ എന്നിട്ട് പിന്നെ അങ്ങനെ കാത്തിരുന്ന് 2021 ഏപ്രിൽ ഗ്രാജുവേറ്റ് ആയി. നവംബറിലാണ് എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ കോൾ വരുന്നത്. ഇൻഡസ്ട്രി ബേസ്ഡ് ഫസ്റ്റ് ഇന്റർവ്യൂ കോൾ വരുന്നത്. ഞാൻ അന്നേരം ഭയങ്കര എക്സൈറ്റഡ് ആയി. അതിന്റെ ഇടയിൽ ഗ്രാജുവേഷൻ സെറിമണി നടന്നു, ഓൺലൈൻ ആയിരുന്നു. അത് ഞാൻ പോയി അതിന്റെ കഥ ഞാൻ പറയാനുള്ളത്. പറഞ്ഞു എന്റെ അപ്പനും അമ്മ എന്നെ കൊല്ലും, അതുകൊണ്ട് ഞാൻ അതിന്റെ കഥ പറയാനുള്ളത്. ഞാൻ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങി, കാരണം വേറെ സെറിമണി ആയിട്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്നിട്ട് അങ്ങനെ ഫസ്റ്റ് ഇന്റർവ്യൂവിലെത്തി. ഇന്റർവ്യൂവിന് ഭയങ്കരമായിട്ട് പുതിയ ഒരു ജോഡി ഡ്രസ്സൊക്കെ എടുത്തു. അതെല്ലാം ഇന്റർവ്യൂവിനൊക്കെ പോയി അറ്റൻഡ് ചെയ്തു. സെക്കൻഡ് ലെവൽ ഇന്റർവ്യൂവിനും വിളിച്ചു. സെക്കൻഡ് ലെവൽ ഇന്റർവ്യൂവും പോയി അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേക്കും നേരെ വന്ന് കിടക്കണം എന്ത് റിജക്ഷൻ ലെറ്റർ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അപ്പോൾ അങ്ങനെ റിജക്ഷൻ ലെറ്റർ വന്നു. ഞാൻ ഡൗൺ ആയിപ്പോയി. ഞാൻ ഭയങ്കര ഡൗൺ ആയി. ആദ്യമായിട്ട് കിട്ടുന്ന ഒരു റിജക്ഷൻ, ലൈക്ക് ഹൗ ഡിഡ് യു? നേരത്തെ വന്നതെന്നൊക്കെ പറഞ്ഞ ആപ്ലിക്കേഷൻ റിജക്ട് ആയെന്നും പറഞ്ഞു. ഇത് ഇന്റർവ്യൂ ചെയ്തിട്ട് റിജക്ട് ആയെന്ന് ലൈക്ക് ഇപ്പൊ സെക്കൻഡ് ലെവൽ ഓഫ് ഇന്റർവ്യൂ ആകുമ്പോൾ നമുക്ക് ഒരു എക്സ്പെക്ടേഷൻ ഭയങ്കര എക്സ്പെക്ടേഷൻ കിട്ടുന്ന ഒരു പ്രതീക്ഷയുണ്ട്. അത് കിട്ടിയില്ല. കിട്ടാതെ വന്നപ്പോഴേക്കും എന്താ പറയാ സങ്കടമായി. പിന്നെ കൂടെ ഉള്ളായിരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ചേട്ടായിമാര് പിന്നെ മോട്ടിവേറ്റ് സാരല്ലടാ ഇത് പോയാൽ അടുത്ത. പിന്നെ ഞാൻ ഒരു ജനുവരി ആയപ്പോഴേക്കും, നവംബർ കഴിഞ്ഞു, ഡിസംബർ കഴിഞ്ഞു, ജനുവരി ആയപ്പോഴേക്കും ഒരു ലാബിലെ സീസണൽ വർക്കറായിട്ട് ലാബ് ടെക്, അതായത് ഈ മൈനിൽ നിന്ന് കൊണ്ടുവരുന്ന സോയിൽ സാമ്പിൾ പൊടിക്കുന്ന അപ്പോൾ അവിടെ ലാബ് ടെക് ആയിട്ട് കയറി. പിന്നെ ഞാൻ വേറെ ഫീനിക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ഡ്രില്ലിംഗ് കമ്പനിയിൽ ഞാനൊരു MWD ഓവർനൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു, ഡ്രില്ലിംഗ് ഓപ്പറേഷൻസ് മോണിറ്റർ ചെയ്യണേ. അത് ആക്ച്വലി ദൂരെയല്ലേ? അത് പക്ഷേ എനിക്ക് ഞാൻ കാർ എടുത്തു. അതിന്റെ ഇടയിൽ ഞാൻ കാറൊക്കെ എടുത്തു. മീൻസ് ചേട്ടന്മാര് ചെറുതായിട്ട് കാറൊക്കെ എടുത്തു. അപ്പോൾ കാറൊക്കെ എടുത്തു. അപ്പോൾ സിറ്റിയുടെ പുറത്താണ്, ഡ്രൈവ് ചെയ്ത് പോകുന്നു വരുന്നു. പിന്നെ എനിക്ക് ഫീൽഡ് എക്സ്പീരിയൻസ് ഉണ്ടാക്കണമെന്നൊരു പൂതി. അപ്പോൾ ഞാനൊരു ഓയിൽ ആൻഡ് ഗ്യാസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കറിയാം, കോയിൽ ട്യൂബിങ്, ഫ്രാക്ചറിങ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. അപ്പോൾ കോയിൽ ഓപ്പറേറ്റർ ആയിട്ട് പോവാണ്. അപ്പോൾ വീട് ഏത് കമ്പനിയാണ്? സ്റ്റെപ്പ് എനർജി. സ്റ്റെപ്പ് എനർജിയിൽ ഞാൻ കോയിൽ ഓപ്പറേറ്റർ ആയിട്ട് പോകുന്നു. അവിടെ ഫീൽഡിൽ പോകുന്നു. ഞാൻ അതിനുവേണ്ടി റെഡ് ഇയറിലേക്ക്, കാൽഗറിയുടെ അടുത്തുള്ള സ്ഥലമാണ് റെഡ് ഇയർ. ഞാൻ റെഡ് ഇയറിലേക്ക് മൂവ് ചെയ്തു. അവിടെ ചെല്ലുന്നു, അവിടെ എല്ലാം സെറ്റ് ആവുന്നു. പക്ഷെ ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആള് കാനഡ വന്നപ്പോഴേക്കും ഈ പറഞ്ഞ വർഷങ്ങൾ പോയപ്പോഴേക്കും എക്സ്പീരിയൻസ് അല്ല, ഇത് സംസാരിച്ച് എക്സ്ട്രോവേർട്ട് ആയി കൈൻഡ് ഓഫ്. ലൈക്ക് ഇപ്പം ഈ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഗ്രിൻസ് ഇപ്പം എൻ്റെ അടുത്ത് ഞാനൊരു ഇൻട്രോവേർട്ട് ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ലൈക്ക് ഒരു സ്കെപ്റ്റിസിസം വെച്ചിട്ടാണ് ഞാൻ നിന്നെ നോക്കിക്കൊണ്ടത്. കാരണം എനിക്കറിയുന്ന ഗ്രിൻസ് എന്ന് പറയുന്നത് ലൈക്ക് എല്ലാവരുടെ അടുത്തും സംസാരിക്കുന്ന ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ആ സെയിം മനുഷ്യൻ ഞാനൊരു ഇൻട്രോവേർട്ട് ആയിരുന്നു എന്ന് എൻ്റെ അടുത്ത് പറയുമ്പം ആൾക്കാർക്ക് മാറാൻ സമയം കാനഡ ഇനി എന്താ പറയുക, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, കാനഡ ഇനി ഇങ്ങനെയാക്കി. പക്ഷെ അതൊരു നല്ലൊരു മാറ്റമാണ്. അപ്പോൾ ഞാൻ ഫീൽഡിൽ പോകുന്നു. പക്ഷെ അവിടെ ഫുള്ള് ഇവിടുത്തെ ഹാർഷ് വെതറിൽ ഈ സമ്മറായാലും നല്ല ചൂട്, വിന്റർ ആയി കഴിഞ്ഞാൽ നല്ല തണുപ്പ്. ചൂട് എന്ന് പറയുമ്പം ഹോട്ട് ആൻഡ് ഡ്രൈ.
ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. നമ്മൾ വിയർക്കില്ല, പക്ഷെ ഒരു പ്രത്യേക ഒരു പൊള്ളലാണ്, ഒരു ചിക്കൻ റോസ്റ്റ് ഒക്കെ. അത് തന്നെ. അപ്പോൾ എന്നിട്ട് എന്താ പറയുക, അവിടെ വർക്ക് ചെയ്തു. അവിടെ വർക്ക് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്തപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു. എന്നാലും ചെറിയ ചെറിയ എക്സ്പീരിയൻസ് ഒക്കെ ഇങ്ങനെ ഉണ്ടായി, പക്ഷെ ഞാനത് പറയുന്നില്ല. എനിക്കത് ഞാനത് ഓർത്തെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതും എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് അത് മതിയാക്കി, സ്റ്റെപ്പ് എനർജി മതിയാക്കി ഞാൻ തിരിച്ചു പോരുവാണ്. തിരിച്ചു വന്ന് ഞാൻ നേരത്തെ വർക്ക് ചെയ്ത ഫീനിക്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ കയറി. ഇവിടുത്തെ മാനേജറെ വിളിച്ച് ഞാൻ കയറി, കൈയും കാലും പിടിച്ച് വീണ്ടും തിരിച്ചു കയറി. അന്നേരം ഷോപ്പേഴ്സ് എനിക്ക് സ്റ്റിൽ ഉണ്ട്. ഷോപ്പേഴ്സ് ഞാൻ സ്റ്റിൽ പാർട്ട് ടൈം ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നെ എൻ്റെ ഫീനിക്സ് ജോയിൻ ചെയ്തതിൻ്റെ വെരി നെക്സ്റ്റ് ഡേ, not very next day, on the first day itself I got a call from another company. അതാണ് ഞാൻ പിന്നെ ഒരു 1.5 years വർക്ക് ചെയ്ത ഒരു കൺസൾട്ടിംഗ് ഫേം ആണ്. ഏതായിരുന്നു കമ്പനിയുടെ പേര് മക്ഡാനിയൽ റിസർവയർ അസറ്റ് സ്റ്റഡീസ് ഒക്കെ നടത്തുന്ന ഒരു കമ്പനി. അപ്പോൾ അവര് എന്നെ വിളിച്ചു, ഇന്റർവ്യൂ ചെയ്തു. ഞാൻ ചെയ്ത ക്യാപ്സ്റ്റോൺ പ്രൊജക്ട്, ഞാൻ സൈറ്റിൽ കോളേജിൽ ചെയ്ത ക്യാപ്സ്റ്റോൺ പ്രൊജക്ട് ബേസ് ചെയ്തായിരുന്നു ജോബ് വരുന്നത്. അപ്പോൾ എന്നെ അത് വെച്ച് ഇന്റർവ്യൂ ചെയ്തു. സോറി ടു ഇന്ററപ്റ്റ്, പക്ഷേ ലൈക്ക് അത് ഒരു ഡിഫറൻസ് ഇവിടെ കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം സൈറ്റിൽ ഗ്രിൻസ് പഠിക്കുന്ന സമയത്ത് ക്യാപ്സ്റ്റോൺ ചെയ്തത് ഏത് ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനി കണ്ടല്ലായിരുന്നു? സ്പ്രൂൾ കമ്പനി. മീൻസ് അത് നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. കാരണം കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു റെക്കഗ്നൈസ്ഡ് ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനീന്റെ അണ്ടറിൽ ഒരു പ്രൊജക്ട് ചെയ്യാന്ന് പറയുന്നത് അത് ആക്ച്വലി ഇന്റർവ്യൂവിന് കുറെ ബെനിഫിറ്റ്സ് ഉണ്ട് തരുന്നത്. ഞാനിപ്പോ എല്ലാ ഇന്റർവ്യൂവിനും പോയപ്പോഴും എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഷോക്കേസ് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പ്രൊജക്ടിനെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് അലക്കും. ഈ പ്രൊജക്റ്റിൽ അത് ചെയ്തു, ഇത് ചെയ്തു, അത് കണ്ടുപിടിച്ചു, ഇത് കണ്ടുപിടിച്ചു, ആ വാല്യൂ കണ്ടുപിടിച്ചു, ഈ വാല്യൂ കണ്ടുപിടിച്ചു, അസറ്റ് ഡിസ്പോസിഷൻ, മാങ്ങാത്തുള്ളി തേങ്ങ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അവസാനം മക്ഡാനിയലിൽ വർക്ക് ചെയ്തു. അവരെന്നെ PR കിട്ടാനായിട്ട്, അന്നേരം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഞാൻ PR വേണ്ടിയല്ല നിന്നത്, ഞാൻ എൻ്റെ കരിയറിന് വേണ്ടിയാണ് നിന്നത്. അപ്പോൾ എന്നോട് എൻ്റെ ഷോപ്പേഴ്സിലെ എൻ്റെ മാനേജറും എന്നോട് പറഞ്ഞു, ഗ്രിൻസെ നീ പോകുന്ന ട്രാക്ക് കറക്റ്റ് ആണ്, നിന്റെ കരിയർ ഫോക്കസ് ചെയ്ത് പോകും, നീ PR ഒക്കെ അതിൻ്റെ ഒപ്പം വന്ന് ചേർന്നോളൂ. പക്ഷേ ഞാൻ മക്ഡാനിയലിൽ വർക്ക് ചെയ്തൊരു 1 year കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഒരു PR സ്ട്രീം ഉണ്ട്. നമ്മൾ ആൽബർട്ടയിലാണെങ്കിൽ നമ്മൾ പഠിച്ച ഫീൽഡിൽ 6 months എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് PR അപ്ലൈ ചെയ്യാം. അന്നേരം ഞാൻ 1 year എക്സ്പീരിയൻസ് കഴിഞ്ഞ് നിൽക്കും, എനിക്ക് അറിയത്തില്ല. ഞാൻ ഇവിടെ നിന്നോ കേട്ടു. അപ്പം ഞാൻ PR അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. ഞാൻ തന്നെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു, അപ്ലൈ ചെയ്തു. എനിക്ക് ആൽബർട്ട PNP കിട്ടി. ആൽബർട്ട PNP കിട്ടി. PNPയിൽ നിന്ന് പിന്നെ PR അപ്ലൈ ചെയ്തു, PR കിട്ടി. ഞാൻ പിന്നെ മക്ഡാനിയലിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ കാനഡയിൽ വന്നിട്ട് ആഫ്റ്റർ 4.5 years നാട്ടിൽ പോയി. 4.5 years 2023 ഡിസംബറിൽ ഞാൻ നാട്ടിൽ. ഞങ്ങളുടെ മധുരത്തിൽ ജൂബിലി പെരുന്നാളെന്ന് പറഞ്ഞ് പള്ളി പെരുന്നാളൊക്കെ ഉണ്ട്. ക്രിസ്മസും പള്ളി പെരുന്നാളും ന്യൂ ഇയർ ഒക്കെ കൂടാനായിട്ട് നാട്ടിൽ പോയി. ഗ്രിൻസ്, നാട്ടിൽ പോകുന്നതിന് മുമ്പ് എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഫീൽഡിൽ വർക്ക് ചെയ്തു. ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫ്രം ലൈക്ക് മക്ഡാനിയൽ എന്ന് പറയുന്ന ഒരു വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ടു ഡിഫറെന്റ് തിങ്സ്. സോ ലൈക്ക് ഹൗ ഡിഡ് യു ഫീൽ അബൌട്ട് ടു ഡിഫറെന്റ് തിങ്സ്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീൽഡ് എന്ന് പറയുന്നത് ആൾക്കാർ കുറച്ചും കൂടി റഫ് ആൻഡ് ടഫ്. അതനുഭവിച്ചു, അതല്ലേ ഞാൻ പറഞ്ഞത്. അത് എനിക്ക് ഓർത്തെടുക്കാൻ ആഗ്രഹിക്കുന്നല്ലേ. അത് വേറെ ഒന്നുമല്ലടാ, അവര് വന്നിട്ട് ഇങ്ങനെ ഓരോ ടൂൾസ് ഒക്കെ എടുത്തോണ്ട് വരാൻ പറയും. നമ്മൾ ആദ്യമായിട്ടല്ല അവരെന്നോട് ആ ഒരു ഇത്. അപ്പൊ ഞാനാണെങ്കിൽ ചിലപ്പോ ഒരു എന്തെങ്കിലും ചെറിയ സാധനം കഴിക്കുന്നുണ്ടല്ലേ, അപ്പൊ ഒരു കണ്ണ് പൊട്ടണ തെറി ഇംഗ്ലീഷില് നമുക്കൊരു കുറെ ഒന്നും മനസ്സിലാവില്ല, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. എന്നാലും കണ്ണ് പൊട്ടണ തെറി നമ്മളിങ്ങനെ അതൊക്കെ കേട്ട് പിന്നെ കുറെ പേര് നമ്മളങ്ങനെ എന്താ പറയാ, എനിക്കത് പറയാൻ ആഗ്രഹമില്ല. പക്ഷെ ലൈക്ക് ഞാൻ ചോദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഹൗ വാസ് ഇറ്റ് ഡിഫറെന്റ് ഫ്രം വർക്കിംഗ് ഇൻ എ കോർപ്പറേറ്റ്? ലൈക്ക് എന്താണ് കോർപ്പറേറ്റിലെ ആൾക്കാർ ഇസ് ഡിഫറെന്റ്. അവർക്ക് ഇത്രയും കൂടെ ഞാൻ പറയുവാണെങ്കിൽ ഇത് എഡ്യൂക്കേഷൻ ഉണ്ട്, അവർ ഇത്രയും കൂടെ ലോകം കണ്ട ആൾക്കാരാണ്. ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ സോഫ്റ്റ് ഹാർട്ടഡ് ആൾക്കാരാണ്. ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫിസിക്കൽ ലേബറാണ്. ഇപ്പം ഇവന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവന്മാരുടെ ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് ഈ പണിക്ക് ഇറങ്ങിയേക്കണവന്മാരാ. അപ്പൊ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലൊക്കെ പറയില്ല കാടൻ സ്വഭാവം എന്നൊക്കെ പറയില്ല, ആ ഒരു വൈബാണ് അവന്മാര്. അപ്പൊ അവ നമ്മുടെ സ്കിന്നിന്റെ കളറൊക്കെ കാണുമ്പോ തന്നെ അവന്മാർക്കൊന്ന് പൊളിയും. എനിക്ക് അതിനകത്തേക്ക് പോകാൻ താല്പര്യമില്ല, അപ്പൊ അതിനകത്തേക്ക് പോയി കുറെ പറയാനുണ്ട്. അപ്പൊ അതാണ് എൻ്റയർലി ഡിഫറെന്റ് ആണ്, രണ്ടും രണ്ട് ലോകമാണ്. ഇപ്പോഴും ഞാൻ വർക്ക് ചെയ്യും. ഞാൻ മക്ഡാനിയൽ കഴിഞ്ഞു. മക്ഡാനിയലിൽ നിന്ന് ഞാൻ പിന്നെ ലാസ്റ്റ് ഇയർ ഞാൻ CNR കനേഡിയൻ നാച്ചുറൽ റിസോഴ്സ് ഇവിടുത്തെ അത്യാവശ്യം ഒരു
പള്ളിപ്പെരുന്നാൾ. പെരുന്നാള് എന്നിട്ട് പെരുന്നാളിനൊക്കെ ചെന്നപ്പോഴും രസമായിരുന്നു. ആ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019 നാട്ടിൽ നിന്ന് പോന്നിട്ട് 2023 പിന്നെ നാട്ടിൽ ചെല്ലുന്നത്. ഒരു കോവിഡ് കഴിഞ്ഞു, പിന്നെ എല്ലാ ഫ്രണ്ട്സ് 4 വർഷം കഴിഞ്ഞു. ഫ്രണ്ട്സ് എല്ലാവരും നാട് വിട്ട് എല്ലാവരും പഠിക്കാനായിട്ട് കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പോയി. ഇപ്പം എൻ്റെ പെർസ്പെക്റ്റീവ്, ലൈക്ക് ഒരു തേർഡ് പേഴ്സൺസ് പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 19 വയസ്സുകാരൻ, ലൈക്ക് ഭയങ്കര ഇൻട്രോവേർഡ് ആയിട്ടുള്ള 19 വയസ്സുകാരൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരികയാണ്. നല്ല രീതിയിൽ പഠിച്ചു, ഗ്രാജുവേറ്റ് ആയി, ലൈക്ക് എന്താ പറയുക, പഠിച്ച അതേ ഇൻഡസ്ട്രിയിൽ ജോലി കിട്ടി, ലൈക്ക് ഒരു പ്രൗഡ് സൺ ആയിട്ടാണ് തിരിച്ചു പോകുന്നത്. ലൈക്ക് മീൻസ് ഹൗ ഡിഡ് യു ഫീൽ അബൌട്ട്, ലൈക്ക് മീൻസ് എങ്ങനെയായിരുന്നു ലൈക്ക് നാട്ടിലേക്ക് പോകുമ്പോൾ ലൈക്ക് യെസ് ഐ ഡിഡ് ഇറ്റ് എന്നുള്ള ഒരു? ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ എൻ്റെ കഴിവ് കൊണ്ടൊന്നുമല്ല. ഞാൻ ഇത്തിരി ദൈവവിശ്വാസമുള്ള ഒരാളാണ്. ദൈവത്തിന്റെയും കൂടി ഒരു സഹായം, ഞാൻ വീട്ടുകാരുടെ പ്രാർത്ഥന, അപ്പൻ്റെ അമ്മയുടെ പ്രാർത്ഥന, കൂടെയുള്ളവരുടെ പ്രാർത്ഥന, കൂടെയുള്ളവരുടെ കരുതല്, ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റിയത്. അപ്പോൾ എന്നിട്ട് അങ്ങനെ നാട്ടിൽ പോയപ്പോൾ നീ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. എന്നിട്ട് പിന്നെ നാട്ടിൽ പോയി തിരിച്ചു വന്നു. പിന്നെ എന്താ പറയാ, ഒരു വീട് പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ആ വീട് പണിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ കുദാശയ്ക്ക് ഞാൻ കയറിത്താമസം ഞാൻ കഴിഞ്ഞ 2 മാസം മുന്നേ ഒന്ന് പോയായിരുന്നു. എല്ലാം കഴിഞ്ഞെല്ലാം ഇപ്പോൾ ലൈഫ് എന്താ പറയാ, ഒരു സ്മൂത്ത് സ്റ്റേജിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ കാനഡ ലൈഫിൽ നിന്ന് ഞാൻ സോഫാർ അച്ചീവ് ചെയ്തത്. അപ്പോൾ കാനഡ എന്ന് പറയുന്നത് മൊത്തത്തിൽ എന്താ പറയുക, ഒരു ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അത് വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ വന്ന് ഇരിക്കണ കൊണ്ട് പറയണല്ലോ. പിന്നെ ചിലവർക്ക് അത് വർക്കൗട്ട് ആവണമെന്നും ഇല്ല. എല്ലാവരുടെയും കനേഡിയൻ എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആണ്. ഇപ്പൊ എന്റെ എക്സ്പീരിയൻസ് ആയിരിക്കത്തില്ല അലോകിന് പറയാനുള്ളത്. അപ്പൊ എല്ലാവർക്കും പല സ്റ്റോറീസ് ആണ് പറയാനുള്ളത്. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞത്, ഞാൻ 2019 വന്നിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങളിൽ കൂടെ കടന്നുപോയി. അതിന്റെ ഇടയിൽ ഞാൻ കുറെ ആൾക്കാരെ കണ്ടുമുട്ടി, കുറെ ആൾക്കാരെ പരിചയപ്പെട്ടു, എന്താ പറയാ, കുറെ ലൈഫ് ലെസൺസ് കിട്ടി. അപ്പോൾ 2019 ഉണ്ടായിരുന്ന ഗ്രിൻസ് മാറി ഇപ്പൊ 2025 ഒരു ഗ്രിൻസ് ഇപ്പം ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. യൂട്യൂബ് ചാനൽ കോഫി സെൽഫ് ഇംപ്രൂവ്മെന്റിന് അങ്ങനെ എന്താ പറയാ, ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഒരു തോന്നൽ, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെയാണ് ഇപ്പോ ഈ കോഫി ആൻഡ് കോമ്പസിന്റെ ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഫണ്ണി ക്വസ്റ്റ്യൻ. അതിന്റെ ഇടയിൽ ഞാൻ അലോകിനെ പരിചയപ്പെട്ടോ. അലോകിനെ പരിചയപ്പെട്ടത് അതും ഒരു കഥയാണ്. അത് പറയാം, അത് നമുക്ക് വേറൊരു ഞങ്ങൾ എങ്ങനെ മീറ്റ് ചെയ്ത്, ഞങ്ങൾ എങ്ങനെ ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ ബിൽഡ് ചെയ്തെടുത്തുള്ളത്. മീൻസ് ഞാനൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. കാനഡയില് മഞ്ഞ് വീഴുന്നുണ്ട്, ലൈക്ക് ഒരു വരണ്ട കാലാവസ്ഥയാണ് ഇവിടെ. അവിടെ പേഴ്സണലി മഴകൾ ഒന്നും ഉണ്ടായിരുന്നു? എന്താ ഉദ്ദേശിച്ചത്? മീൻസ് എന്താ പറയാ, ഇപ്പം ലൈക്ക് റിലേഷൻഷിപ്പ് ആവാം, ലൈക്ക് അങ്ങനെ ലൈക്ക്. ഇല്ലടാ, ഈ വരണ്ടുണ്ടാക്കിയ ഭൂമിയിലേക്ക് മഞ്ഞുമഴ തന്നെയായിരുന്നു, അല്ലാതെ വേറെ കുളിർമഴയൊന്നും എന്താ പറയാ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെയാ ഞാൻ പറയണത്, ഇങ്ങനെ കുറെ ആൾക്കാരുടെ ക്രഷും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ മെയിൻ മോട്ടീവ് എന്താ പറയാ, ലൈക്ക് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിരുന്നു, നമ്മൾ അതിനകത്തേക്ക് ഫോക്കസ്ഡ് ആയിരുന്നു. അപ്പൊ അതിനകത്തേക്ക് പോകുന്നു. പക്ഷെ എന്നാലും സ്റ്റിൽ ഒരു ക്രഷ് ഉണ്ട്. അത് അതിന്റെ ഒരു പേഴ്സണൽ ഇതിലിങ്ങനെ അതിനകത്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അത് അറിയത്തില്ല. പിന്നെ ഞാൻ ഈ തവണ നാട്ടിൽ പോയപ്പോ കല്യാണത്തിന്റെ കാര്യമൊക്കെ വീട്ടുകാരോടൊക്കെ ചോദിച്ചപ്പോ വീട്ടുകാർ ശരിയാ വീടെടുത്തു, അതൊക്കെ ചെയ്തു. വീടെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിന്റെ ഒരു ആചാരം അനുസരിച്ചിട്ട് അടുത്ത ചോദ്യം മോന്റെ കല്യാണം അല്ലെ മോളെ കല്യാണം എപ്പോഴാ, അതാണല്ലോ. അപ്പൊ എന്റെ അപ്പനും അമ്മയും പറഞ്ഞു, മോനെ സമയമായിട്ടില്ല. അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാനും ആലോചിച്ചപ്പോഴും ശരിയാണ്. കാരണം എനിക്ക് ഇനിയും എന്റെ ഗോൾസും കുറെ മാറി. അതായത് എനിക്കും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, കുറെ അച്ചീവ് ചെയ്യണം, അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിലേക്ക് ഞാൻ മൊത്തത്തിൽ എന്താ പറയാ കൈൻഡ് ഓഫ് ട്രാൻസ്ഫോംഡ് ആയി. അപ്പോൾ കല്യാണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോൾ സോഫാർ ഒരു വിത്തിനൊരു നെക്സ്റ്റ് 2-3 ഇയേഴ്സിലേക്ക് ഞാനത് ഇപ്പോൾ എന്നെ കുറിച്ച് ബോധർ ചെയ്യുന്നില്ല. ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഗ്രിൻസ് ഇപ്പം ഇവിടെ വന്നപ്പം I've seen how you struggled and ഞാൻ പറയുകയാണെങ്കിൽ ലൈക്ക് യു ഡിഡ് എൻ അമേസിങ് ജോബ്. ലൈക്ക് എന്താ പറയുക, നാട്ടിൽ സ്വന്തം അധ്വാനിച്ചിട്ട് പിന്നെ എന്താ പറയുക ഒരു വീട് വെച്ചു. ലൈക്ക് ഐ നോ പപ്പയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അല്ല അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ലൈക്ക് ഞാൻ കാണുമ്പം ഗ്രിൻസ് ഇവിടെ 2 ജോലി ചെയ്യുന്നു, ലൈക്ക് റെസ്റ്റ് എടുക്കുന്നില്ല, പിന്നെ എല്ലാ ദിവസവും ഒക്യുപ്പൈഡ് ആണ്. പിന്നെ എന്താ പറയാ, മീൻസ് ലൈക്ക് ഭയങ്കര ഹസ്ലിങ്, ലൈക്ക് ഫുൾ ടൈം എപ്പോഴും ഹസിൽ ചെയ്യുന്നു. പിന്നെ വീട്ടിന്റെ കാര്യങ്ങൾ നോക്കുന്നു, ലൈക്ക് എല്ലാം ഓക്കെ ആണെന്ന് നോക്കുന്നു. ലൈക്ക് മീൻസ് ഈ ഒരു ചെറിയ പ്രായത്തില് പിന്നെ എന്താ പറയാ ഇത്രയും കാര്യങ്ങള്
ഇപ്പൊ ഗ്രിൻസ് ചെയ്തു എന്ന് പറയുന്നത് that's an amazing thing to be like and I seriously respect it. ആയിരിക്കും, പക്ഷെ എനിക്ക് ഇനിയും കൂടുതൽ ചെയ്യണമെന്നാ ഞാൻ എന്നെ കുറിച്ച് പൊക്കി പറയണല്ലോ. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ like I seriously respect the things that you have done so far. കാരണം ഞാനത് ലൈക്ക് ബീങ് എ ഫ്രണ്ട് ഞാനത് നിന്റെ കൂടെ കണ്ടത് കൊണ്ട് ഞാൻ ലൈക്ക് നിന്നെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. ആൻഡ് യു ഷുഡ് ടേക്ക് ദാറ്റ് അപ്രീസിയേഷൻ. ഇറ്റ്സ് ഓൾ ഓൺ മീ. താങ്ക് യു സോ മച്ച്. അങ്ങനെ സോ ലൈക്ക് ഓക്കെ, നമ്മൾ ലൈഫിനെ കുറിച്ച് പറഞ്ഞു. ലൈക്ക് അതർ ദാൻ ദാറ്റ് എന്താ പറയുക ആക്ടിവിറ്റീസ്, ലൈക്ക് നമുക്കിപ്പം കാൽഗറി ആയതുകൊണ്ട് ലൈക്ക് ലോട്ട്സ് ഓഫ് മൗണ്ടൻസ്, നേച്ചർ, പിന്നെ എന്താ പറയുക ലൈക്ക് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഇവിടെ കുറേ ഉണ്ട്. ലൈക്ക് എന്തൊക്കെ ലൈക്ക് let's split it into two different things. Okay, അപ്പം കനേഡിയൻ കൾച്ചർ ആൻഡ് ഫുഡ് ഒരു സെക്ഷൻ, ആൻഡ് പിന്നെ എന്താ പറയുക ട്രാവൽ അനദർ സെക്ഷൻ. അപ്പം നമുക്ക് കൾച്ചർ ആൻഡ് ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൈക്ക് how did you feel having like എന്താ പറയുക കനേഡിയൻ ഫുഡ് ആൻഡ് പിന്നെ എന്താ പറയുക പിന്നെ നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് പൊതുവെ ചോദിക്കുന്ന ചോദ്യം എല്ലാ ദിവസവും ബർഗറും പിസയൊക്കെയാണ്. പക്ഷേ ലൈക്ക് ഫോർ യു വാട്ട് ഇസ് ഇറ്റ് ലൈക്ക് എന്താണ് തോന്നിയത് ഫുഡും പിന്നെ ആൾക്കാരും? എനിക്ക് നാട്ടിലത്തെ ഫുഡ് തന്നെയാണ് പറ്റുള്ളൂ. എനിക്ക് ചോറും കറിയും, ഞാനിപ്പോൾ എല്ലാ ദിവസവും കുക്ക് ചെയ്ത് രാത്രി ചോറും കറിയും അതാണ് എൻ്റെ ഫുഡ്, അതാണ് ചോറും കറിയാണ്. പിന്നെ ഇടയ്ക്ക് ഓഫീസിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കനേഡിയൻ ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുന്നല്ലാതെ, പിന്നെ ഫ്രണ്ട്സിന്റെ ഒപ്പം വല്ലതും പുറത്തു പോകുമ്പോൾ കഴിക്കുന്നല്ലാതെ, സ്റ്റേക്കോ അങ്ങനെ വല്ലതും ഒക്കെ കഴിക്കുന്നല്ലാതെ എനിക്ക് ഫുഡ് എപ്പോഴും എനിക്ക് നാട്ടിലത്തെ ഫുഡ് ആ ഒരു എരിവും പുളിയും. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ എനിക്ക് മറ്റേ മൺചട്ടിയൊക്കെ ഉണ്ട്, കൊടംപുളിയൊക്കെ ഇട്ട് മീനൊക്കെ വെച്ചിരിക്കാറൊക്കെയുണ്ട്. അപ്പം മനസ്സിലായി, എനിക്കതാ ഇഷ്ടം, ഞാൻ അതാ കഴിക്കാറ്. പിന്നെ കൾച്ചർ എന്ന് പറയാനായിട്ട് കനേഡിയൻ കൾച്ചറിലേക്ക് ഞാൻ പോയിട്ടില്ല. ഞാൻ ഇത്തിരി എന്താ പറയാ ഞാൻ എന്റെ ഇതില് അതിനകത്ത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണം. ബട്ട് സ്റ്റിൽ അവരായിട്ട് എന്താ പറയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, കാര്യങ്ങളിലൊക്കെ കൂടും, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. കാനഡയിൽ വന്നിട്ട് ലൈക്ക് ബീങ് വിത്ത് കനേഡിയൻസ് നിന്നെ കുറച്ചും കൂടി ഹംബിൾ ആക്കിയോ? നീ സംസാരിക്കുന്ന രീതിയാണെങ്കിലും എപ്പോഴും പ്ലീസ്, താങ്ക് യു, സോറി, പാർഡൺ മീ, അങ്ങനത്തെ കുറെ വാക്കുകൾ. പിന്നെ ഒരു ഡോർ തുറന്നു കൊടുക്കുമ്പോൾ പുറകെ വരുന്ന ആൾക്ക് ഡോർ തുറന്ന് പിടിച്ചു കൊടുക്കുക. നാട്ടിലാണെങ്കിൽ ആ ഡോറ് കൊട്ടി അടയ്ക്കും. അല്ല അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ കാനഡയിൽ നിന്ന് ഇങ്ങനെ അഡോപ്റ്റ് ചെയ്തു. ഞാൻ ഈ തവണ നാട്ടിൽ പോയപ്പോൾ ഞാൻ പുറകെ വരുന്ന ഡോർ തുറന്ന് പിടിച്ചു കൊടുത്തുപോയി. നമ്മൾ ശീലിച്ചു. പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഹോൺ അടിക്കത്തില്ല, ഹോൺ അടിച്ചു കഴിഞ്ഞാൽ അപ്പനെ വിളിക്കണ പോലെയാണ്. അങ്ങനെ കുറച്ചും കൂടി റിലാക്സ്ഡ് ആൻഡ് സോഫ്റ്റ് ആയി തോന്നുന്നു. ലൈക്ക് ഇവിടുന്നുള്ള നല്ല കാര്യങ്ങൾ എടുത്തു, അതിന്റെ കൂടെ like you stick on to my own roots. That's an amazing thing. And let's go to the other side, which is much more exciting, travel and ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ള എൻ്റെ ജോബ് റിലേറ്റഡ് ആയിട്ട് ഞാൻ ബ്രിട്ടീഷ് കൊളംബിയ, സസ്കാച്ചുവൻ, മാനിറ്റോബ സ്റ്റെപ്പ് എനർജിയിൽ വർക്ക് ചെയ്ത ഫീൽഡിൽ. അത് ജസ്റ്റ് 1-2 പ്രൊജക്ട്സിന് വേണ്ടിയിട്ട് പോയിരുന്നു. അധികം ആൾ പിന്നെ ലാസ്റ്റ് ചെയ്തില്ല ജോബ്. പിന്നെ ഞാൻ പോയിട്ടുള്ളത് വാൻകൂവർ ആണ്, ടൊഫീനോയിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെ അത് നമ്മളൊരു ഫ്രണ്ട്സ് നേരത്തെ താമസിച്ചിരുന്ന ചേട്ടായിമാര്, അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് പോയിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഇവിടെ കാൽഗറിയിൽ അടുത്താണ് ബാൻഫ്, ജാസ്പർ, പിന്നെ ഇവിടെ കനനാസ്കിസ്. ഇപ്പൊ അടുത്ത് G7 സമിറ്റ് നടന്ന കനനാസ്കിസ്. അവിടെ ഇഷ്ടംപോലെ ഹൈക്കുകളുണ്ട്, അപ്പൊ ഹൈക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഔട്ട്ഡോർ പേഴ്സൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈൻഡ് ഓഫ്. അപ്പൊ അതുകൊണ്ടാണല്ലോ ഇപ്പൊ കോഫി ആൻഡ് കോമ്പസ് എന്ന് പറഞ്ഞൊരു ചാനൽ ഞങ്ങളുടെ അതിനകത്ത് ഹൈക്കിങ്ങും കൂടെ ഞങ്ങൾ ഇഷ്ടംപോലെ ഹൈക്കിങ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതും ഞങ്ങൾ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ആയിട്ടിടാൻ ചെയ്യുന്നുണ്ട്. അതിലും ഇൻട്രസ്റ്റഡ് ആണ്. പിന്നെ ഞങ്ങളുടെ മറ്റേ റിവർ റാഫ്റ്റിംഗ് എന്നല്ല, റോയിങ്, തുഴയാൻ പോയിട്ടുണ്ട്. റാഫ്റ്റിംഗ് അല്ല, തുഴയാൻ പോയിട്ടുണ്ട്. ബോർ റിവറിൽ അതിന് പോയിട്ടുണ്ട്. അതൊക്കെയാണ് ട്രാവൽ. അല്ലെങ്കിൽ കിക്കിംഗ് ഹോഴ്സ് പോയി. അതൊക്കെ റിസ്ക് ചെയ്യാൻ മോനെ, എനിക്ക് ഇത്തിരി പേടിയത്. I'll take you there. I've done it once and it's quite fun. Okay, നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. പിന്നെ ഞാൻ ടൊറന്റോ, ഈസ്റ്റേൺ കാനഡയിലേക്ക് ഞാൻ പോയിട്ടില്ല, പോകണമെന്ന് ആഗ്രഹമുണ്ട്. ടൊറന്റോ, CN ടവർ, പിന്നെ ടോബർമോറി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ സ്ഥലങ്ങൾ എനിക്ക് എന്താണ് ഞാൻ ഇങ്ങനെ കുറച്ച് റീൽസിലൊക്കെ കണ്ടു, നല്ല ഭംഗിയാ സ്ഥലങ്ങളൊക്കെ. യു മീൻ മറ്റേ ക്യൂബെക്കിന്റെ അകത്ത്, ക്യൂബെക്കിലാണോ ഈ ഫുൾ ഫോളിന്റെ സമയത്ത് ഫുൾ? അത് വേറെ. ഇത് ടോബർമോറി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒണ്ടാരിയോയിലുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെയൊക്കെ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പതുക്കെ എല്ലായിടത്തും ഒന്ന് സഞ്ചരിക്കണം.
ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. സഞ്ചരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ എന്താ പറയാ, ഡ്രൈവ് ചെയ്യാൻ അത്ര ഇഷ്ടമല്ല. ഓ പാസഞ്ചർ പ്രിൻസ് എന്നൊക്കെ പറയില്ല, വണ്ടി ഇങ്ങനെ യാത്രയൊക്കെ കാഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇരിക്കുക. പിന്നെ അവിടെ നിന്ന് എടുത്തോട്ട് അവിടെ നിന്ന് വലത്തോട്ട്. പിന്നെ അത്യാവശ്യം വന്നു ഡ്രൈവ് ചെയ്യും. പക്ഷെ എന്താ പറയാ, അങ്ങനത്തെ ഒരാളാണ്. അങ്ങനെ ഇത്തിരി റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഞാൻ യാത്ര പോകണം ടെക്നിക്കലി റിലാക്സ് ചെയ്യാനാണ്, എൻജോയ് ചെയ്യാനാണ്. അപ്പോൾ ഡ്രൈവ് ചെയ്യണം. എല്ലാവർക്കും അവരുടേതായ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പൊ എന്റെ ഒരു ടേസ്റ്റ് അതാണ്. അതാണ് ഇപ്പൊ ഈ പറഞ്ഞതാണ് ഗ്രിൻസിന്റെ ഒരു ആകെ മൊത്തമുള്ള ഒരു രത്ന ചുരുക്കം. അതെ, ഒരു 19 വയസ്സുകാരൻ ഇപ്പം കാനഡയിൽ വന്നു, ലൈക്ക് നല്ലോണം ആലോചിച്ച് ഒരു ഡിസിഷൻ എടുത്ത് കാനഡയിൽ വന്നു. ഒരു റിഗ്രറ്റ് ഇല്ല. അതെ, മീൻസ് സക്സസ്ഫുൾ ആണോ എന്ന്. സക്സസ്ഫുൾ ആയിട്ടില്ല, സ്റ്റിൽ ഗ്രോയിങ്. Yes, still growing. Means, but you are happy in the place you are right now. Yes. അങ്ങനെ വേണമെങ്കിൽ കൺക്ലൂഡ് ചെയ്യാം. Yes. നമുക്ക് അതാണ് ഗ്രിൻസ്. Yes. അതാണ് ഗ്രിൻസ്. It's quite a fascinating story. Like, എനിക്ക് പേഴ്സണലി കഥകൾ അറിയാം, പക്ഷെ ലൈക്ക് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് അത് ഷെയർ ചെയ്തതിന് I like seriously appreciate you and thank you so much for your time. അതുപോലെ തന്നെ ഇതെന്ത് താങ്ക് യു. ഐ റിയലലി റെസ്പെക്ട് യു. കാരണം എല്ലാവരും ബിസിയാണ്, എല്ലാവരും അവരുടേതായ സ്പേസിൽ ബിസിയാണ്. സോ ഇങ്ങനെ ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഐ ആം ഹാപ്പി. താങ്ക് യു സോ മച്ച്. ദാറ്റ് വാസ് ഗ്രേറ്റ്. ഓക്കെ, ലെറ്റ്സ്. സോ അത്രേ ഉള്ളൂ. അപ്പോൾ കീപ് ഓൺ വാച്ചിങ് അവർ ചാനൽ. Yes, more podcasts to come, more travel vlogs to come, more lifestyle videos to come, wellness videos to come, lot more things. Yes, നമ്മളും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, യൂട്യൂബ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ഓഡിയൻസിലേക്ക് എത്തിക്കണം എന്നും കൂടി നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. We want to like give you the best quality things. അപ്പോൾ keep on watching. Thank you for watching this video and hope you like it. So like, share and subscribe. See you. Bell button അമർത്താൻ മറക്കല്ലേ. So see you next time. See you next time. Thank you so much. റെക്കോർഡ് ആയാൽ മതിയായിരുന്നു.